നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 30 വർഷം മുമ്പ് 2000 രൂപ തനിക്ക് ആദ്യമായി സൗദിയിലേക്ക് വിസ ശരിയായപ്പോൾ നൽകി സഹായിച്ച സംവിധായകൻ സിദ്ദിഖിന്റെ അകാല നിര്യാണത്തിൽ വിഷമം അടക്കാനാകാതെ പ്രവാസി മലയാളി. സൗദിയിലെ വാദി ദവാസിറിൽ പ്രവാസിയായ മലപ്പുറം കുന്നുമ്മൽ സ്വദേശി കുട്ടേരി അബ്ദുൽ കബീറിന് 30 വർഷം മുമ്പ് സൗദിയിലേക്ക് വിസ ശരിയായപ്പോഴാണ് സിദ്ദിഖ് 2000 രൂപ നൽകി സഹായിച്ചത്. കോഴിക്കോട് ഗോഡ്ഫാദർ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സംവിധായകരായ സിദ്ദിഖിനെയും ലാലിനെയും അബ്ദുൽ കബീർ പരിചയപ്പെടുന്നത്. മലപ്പുറം MSP ഹൈസ്കൂളിലെ പഠനശേഷം കുന്നുമ്മൽ ജംഗ്ഷനിൽ ഉന്തുവണ്ടിയിൽ കടലക്കച്ചവടം നടത്തിയിരുന്ന അബ്ദുൽ കബീർ പ്രൊഡക്ഷൻ ബോയിയുടെ ജോലിക്കായാണ് സിദ്ദിഖ് ലാലിനെ സമീപിക്കുന്നത്. സിനിമാ പിന്നണിയിൽ ജോലി ചെയ്യാൻ കടമ്പകളേറെയുണ്ടെന്ന് അവർ വിശദീകരിച്ചപ്പോൾ തന്റെ മോഹം കബീർ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ അവിടുന്ന് അങ്ങോട്ട് സിദ്ദിഖ് ലാലുമായി കബീർ സൗഹൃദത്തിലായി. ഇതിനിടയിലാണ് സൗദിയിലെ വാദി ദവാസറിലെ മുനിസിപ്പാലിറ്റിയിൽ ജോലിക്ക് കബീറിന് വിസ ശരിയാകുന്നത്. വിസയ്ക്കുള്ള പൈസ ഒപ്പിച്ചെടുക്കാനുള്ള പാച്ചിലിനിടെയാണ് കബീർ യാത്ര പറയുക എന്ന ഉദ്ദേശത്തോടെ സിദ്ദിഖ് ലാലിനെ സമീപിക്കുന്നത്. വിസയ്ക്ക് എത്ര പൈസയായി, പണമെല്ലാം ശരിയായോ എന്ന് ചോദിച്ചുകൊണ്ട് 2000 രൂപ സിദ്ദിഖും ലാലും കൂടി നൽകുകയായിരുന്നു. സൗദിയിൽ നിന്ന് അവധിക്ക് നാട്ടിൽ പോകുമ്പോഴെല്ലാം കൊച്ചിയിലെ സിദ്ദിഖിന്റെയും ലാലിന്റെയും വീടുകളിൽ കബീർ സന്ദർശനം നടത്തിയിരുന്നു. സിദ്ദിഖ് ലാൽ സിനിമകളുടെ സമയത്താണ് നാട്ടിലെത്തിയതെങ്കിൽ ഷൂട്ടിംഗ് പരിസരത്തേക്ക് കബീറിന് പ്രവേശനം നൽകുകയും സിനിമാ നടന്മാരോടൊത്ത് ഫോട്ടോ എടുക്കാൻ അനുവാദം നൽകുകയും ചെയ്തിരുന്നു. മിമിക്രി ആർട്ടിസ്റ്റായിരുന്ന ഇപ്പോൾ ഷാർജയിൽ ജോലി ചെയ്യുന്ന സഹോദരൻ കുട്ടേരി മുജീബ് റഹ്മാനും സിദ്ദിഖ് ലാലുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. മുജീബ് ഫാസിൽ സംവിധാനം ചെയ്ത അനിയത്തിപ്രാവ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.